നമസ്കാരം സുഹൃത്തുക്കളെ, 100 വർഷം പഴക്കമുള്ള മണിയണ്ണൻ്റെ കടയിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് കടകളിലൊക്കെ സുലഭമായിരുന്നു ഇതുപോലെ വട്ടുസോഡകൾ. പക്ഷേ ഇന്ന് കാലം മാറിയതിനു ശേഷം ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനെ കടകളിലെ ചെറിയ ചെറിയ പെട്ടിക്കടകളിൽ പോലും ഇതൊന്നും കാണാൻ പറ്റാതെ, അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വ്യവസായങ്ങളൊക്കെ നിന്ന് പോയെന്ന് തന്നെ പറയാം. പണ്ടൊക്കെ ആണെങ്കിൽ സുലഭമായിരുന്നു ഇങ്ങനൊരു കാഴ്ച. ഇപ്പം പിന്നെ പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ വേലൂർ ഡിസ്ട്രിക്റ്റിലെ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള കടയാണ്. 100 വർഷത്തെ പാരമ്പര്യമുള്ള മണി ആൻഡ് കോ സോഡ ഷോപ്പ് എന്ന ഒരു കടയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ചൂടിൻ്റെ കാര്യം അറിയാമല്ലോ, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഈ കടയിലോട്ട് വന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നാരങ്ങ വെള്ളം മാത്രമല്ല, ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. പിന്നെ DMK ആളാണെന്ന് തോന്നുന്നു, സ്റ്റാലിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട്. അപ്പോൾ കടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100 വർഷം പഴക്കമുള്ള ഒരു കടയാണ്. ഇന്നത്തെ 3ാമത്തെ തലമുറയാണ് ആ കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ മനസ്സിലാക്കാൻ പറ്റും, അവിടത്തേക്കുള്ള ഏതോ ഒരു ആർട്ടിസ്റ്റ് വരച്ചതാവണം ഇത്. ഫ്ലെക്സോ, നമ്മുടെ നാട്ടിലെ പോലെ കളർഫുൾ ആയിട്ടുള്ള ഫ്ലെക്സോ അല്ല, അങ്ങനെയുള്ള ലൈറ്റ് ബോർഡോ ഒന്നും അല്ല ഉള്ളത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ കട ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് 3 നാരങ്ങ വെള്ളമാണ്. നാരങ്ങ വെള്ളം നമ്മുടെ നാട്ടിൽ കിട്ടുന്നവരല്ല, ഇവർ കുറച്ചും കൂടെയൊക്കെ മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നാരങ്ങ വെള്ളം പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ സോഡ ഗ്ലാസ് ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ അതുപോലത്തെ തന്നെ ഗ്ലാസ് ആണുള്ളത്. നാരങ്ങ ഇത്തിരി പഴുത്തതായിരുന്നേ ഉള്ളൂ, എന്നാലും സാരമില്ലായിരുന്നു. അപ്പോൾ അണ്ണനോട് 3 നാരങ്ങ പറഞ്ഞു, നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ വെള്ളം പറഞ്ഞു. അപ്പം പുള്ളി അതിനുള്ള ഒരുക്കത്തിലാണ്. ഈ നാട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക ഗ്രാമമാണല്ലോ. അപ്പം അവരുടെ ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് അവിടുത്തെയുള്ള കർഷകർക്കും അങ്ങനെയുള്ള ദിവസ വേതനക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ 100 വർഷമായിട്ട് പുള്ളിയുടെ മുതുമുത്തച്ഛനായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. എന്തോ പ്രത്യേകതരം മസാല കൂട്ടൊക്കെ ചേർത്തിട്ടാണ് ഇവരുടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വട്ടുസോഡയുടെ ഒരു കമ്പനി കൂടിയാണ് ഇവിടെ വട്ടുസോഡ കമ്പനിയിൽ ഇവരത് ഉണ്ടാക്കുന്നു. അത് പിന്നെ ചെറിയ ചെറിയ കടകളിലേക്കൊക്കെ വിടുന്നു. അത് മാത്രമല്ല, അവരുടെ കടയിൽ തന്നെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഈ വട്ടുസോഡ പൊട്ടിക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ നേരെ അതിൻ്റെ വിരലിട്ട് ഇങ്ങനെ അമ്മയ്ക്കായിരുന്നു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആ ഒരു ഡിവൈസ്, ഒരു പ്ലാസ്റ്റിക് പോലത്തെ സാധനമൊക്കെ വെച്ചിട്ടാണ് പുള്ളി അത് കൈകാര്യം ചെയ്തത്. സംഭവം എന്തായാലും നല്ല ഇതായിരുന്നു. കോള ഇത് നല്ല തണുത്ത് അവിടെ തന്നെ അവർ ചെറിയതായിട്ട് ആ റെഫ്രിജറേറ്ററിനകത്തുനിന്ന് സംഭവം നല്ല തണുപ്പിച്ച്, ഒരുപാട് തണുത്തിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡിയാക്കി തന്നു. രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുടിക്കുന്ന പോലെ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. അത് വട്ടസോഡ പ്രത്യേകത കൊണ്ടല്ല, അവർ ഉപയോഗിക്കുന്ന ആ മസാലയുടെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. കഴിഞ്ഞ 100 വർഷമായിട്ട് ഈ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ ഇവിടുന്നാണ് വലിയ വലിയ ഓർഡർ, കല്യാണത്തിനും അങ്ങനെയുള്ള പാട്ടുകൾക്കും ഒക്കെ സോഡയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ചായയും കൂടെ ഉണ്ട്. ഉച്ച സമയത്തായതുകൊണ്ടാണ് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത്. പിന്നെ ചായയും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഒരു വ്യത്യസ്തമായൊരു കാഴ്ച ആയതുകൊണ്ടാണ് വീഡിയോ പകർത്തിയത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.